ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ പണ്ടൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഒരു ക്യാൻഡി ക്രഷ് എന്ന് പറയുന്നത്. നിങ്ങൾ പലവരും കളിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ സെയിം കളർ ആക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ആ ഗെയിം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ട്രെയിനിൽ വരുമ്പോൾ കണ്ടൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള അവർ കളിച്ചിട്ട്, അതായത് ഒരാൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ കളിച്ചിട്ട് ഏകദേശം 6000 7000 ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അതായത് ഒരു ലെവൽ മാറിയിട്ട് അടുത്ത ലെവൽ എത്താൻ എടുക്കുന്ന ടൈം തന്നെ നമ്മൾ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കളിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം അറിയാം. അപ്പോൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അയാൾ അവിടെ എത്തിയിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിന്തിച്ചു വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, മെയിനായിട്ടും ഇത് കളിക്കുന്ന ആൾക്കാർ കുട്ടികളല്ല. കുട്ടികളെക്കാട്ട് കൂടുതൽ ഈ ഒരു ക്യാൻഡി ക്രഷ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുതിർന്ന, കുറച്ച് അമ്മമാരായിട്ടുള്ളവരും കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് വരെ, അതായത് അവരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ആ ടൈമിലും അവർ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. ഓക്കെ, അപ്പോൾ അവർ വെറുതെ ഇരിക്കുന്ന ടൈം എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തും നമ്മളെ കയ്യിൽ ഫോണാണ്. നമുക്ക് ആർക്കും വർത്താനം പറയണോ കാര്യങ്ങളൊന്നും സമയമില്ല. പിന്നെ ഇപ്പം ബാത്റൂമിൽ പോകുന്ന വരെ ഫോണിലായിട്ട്, അപ്പോൾ ബാത്റൂം ടൈമിങ് വരെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ്റെ പുറത്ത് വരുന്നതാണോ? ഒരിക്കലും അല്ല. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഡിക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരുടെയും തലച്ചോറ് എന്ന് പറയുന്നത് ചീഞ്ഞുകൊണ്ടിരിക്കുക, അതായത് ബ്രെയിൻ റോട്ടണിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്യൂ ടു ദിസ് കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് എത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞോ അത്രയും നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് അത് തിരുത്താനുള്ള ടൈം ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എത്ര നേരം വൈകി അറിയുന്നോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ 8 സെക്കൻഡിന് താഴെയായി മാറിയിട്ടുണ്ട്. നമ്മൾ മുന്നേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞ ഒരു 15 സെക്കൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 സെക്കൻഡിനെക്കാട്ടും താഴെയാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമുക്ക് ഏകാഗ്രതയായിട്ട് നമ്മൾ അതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ടിക്ടോക്ക്, ഷോർട്സ്, റീൽസ്, അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്, ഗെയിംസ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിന് ഡോപാമിൻ സ്ട്രൈക്ക് കൂടിയിട്ട് ഇത്തരത്തിൽ നമ്മുടെ അറ്റൻഷൻ സ്പാന് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻ്റൽ എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, കോക്കോമെലൻ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു ചൈൽഡ് ഷോയാണ്, ടി വിയിലൊക്കെ കാണുന്ന ഒരു ഷോയാണ്. ഓക്കെ, അപ്പോൾ അവരെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഈ കുട്ടികളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് എന്താ? ഈ ഒരു കോക്കോമെലൻ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ചാനലാണ്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ, കറക്റ്റായിട്ട് ഇവർ ലാബോറട്ടറിയിൽ കുട്ടികളെ വെച്ചിട്ട് തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. അതായത് ഈ ഒരു കോക്കോമെലൻ എന്ന് പറഞ്ഞൊരു ഷോ നമ്മുടെ ടി വിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടികളിപ്പം എന്തുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്നായിരിക്കും അവരുടെ അറ്റൻഷൻ സ്പാന് അതിലേക്ക് പോകുന്നത്, ആ ഒരു കറണ്ട് ടി വി ഷോയിലേക്ക് പോകുന്നത്. അത് നമുക്ക് ഏതായാലും നമ്മൾ ഒരുപാടധികം റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവർ കറക്റ്റായിട്ട് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വെച്ചിട്ട് ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് ആ ഒരു കുട്ടിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ആയിട്ടുള്ള ടി വി ഷോസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ കുട്ടീനെ എക്സാമിൻ ചെയ്യാണ്. ഏതൊക്കെ ടൈമിലാണ് ആ കുട്ടീൻ്റെ അറ്റൻഷൻ മാറുന്നത്, എപ്പോഴാണ്, ഏത് ശബ്ദം കേൾക്കുമ്പോഴാണ്, ഏത് ടൈപ്പ് ഓഫ് ട്യൂൺസ് കേൾക്കുമ്പോഴാണ് ആ കുട്ടിക്ക് കറക്റ്റായിട്ട് അറ്റൻഷൻ വരുന്നത്, ഏത് സമയത്താണ് കുട്ടിയുടെ ഭാവം മാറി ഹാപ്പിനെസ് വരുന്നത്, സാഡ്നെസ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ഒരു ലാബോറട്ടറി പർപ്പസിൽ അവർ എഴുതിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കോക്കോമെലൻ എന്ന് പറയുന്ന ഒരു ടി വി ഷോ. അത് നല്ല PRP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല രീതിക്ക് അവർക്ക് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ബിസിനസ് മെത്തേഡായിട്ട് അവർ മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെ ബ്രെയിനിനെ എത്രത്തോളം, അതായത് നമ്മളെ ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മുടെ ടെക് ജയൻസ് ഇപ്പം തന്നെ നമ്മളെ ബ്രെയിനിനെ ഇത്തരത്തിൽ റോട്ടനിങ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വഴി നയിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പിള്ളേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോറി ബുക്സ് കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഫോൺ അല്ലെങ്കിൽ TV ചാനൽസ് കാര്യങ്ങളൊക്കെ മതി. ഓക്കെ, അപ്പം അത്തരത്തിൽ ചെറുപ്പത്തിൽ തന്നെ അവർ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു വിഷ്വൽ മീഡിയയിലേക്ക് അവരെ വഴി നയിച്ചു വിടുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഇനി നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ വിക്ടിംസ് ആയി മാറുന്നതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്കൂൾ വിട്ടിട്ടോ അല്ലെങ്കിൽ കോളേജ് വിട്ടിട്ടോ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണ്, നമ്മൾക്ക് കുറേ അധികം പ്ലാനിങ് ഉണ്ടാവും. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യണം, ഇവിടുത്തെ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തീർക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്ത് നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ പോയി മീറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിക്കണം, ഫുട്ബോൾ, അങ്ങനത്തെ
നമുക്കറിയാം ഔട്ട്ഡോർ ഗെയിംസോ കാര്യങ്ങളൊക്കെ കളിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയ ഉടൻ തന്നെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ, നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയിട്ടാണെങ്കിലും ലൈക്ക് നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റില്ലേ. ഒരു ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് തുറക്കുമ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ പോപ്പപ്പ് ചെയ്ത് ആദ്യം കാണുന്നത്. ഓക്കെ, അപ്പം അത് കാണുന്നിടത്ത് തന്നെ നമ്മളെ ഡോപാമിൻ സ്ട്രൈക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ അറ്റൻഷൻ അവിടേക്ക് മാറിപ്പോവും. ബാക്കി നമ്മൾ ചെയ്യാൻ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നിട്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവും. ഓക്കെ, അതോടെ നമ്മൾ ആ ഒരു ഡേ നമ്മൾ പ്ലാൻ ചെയ്ത ആ കാര്യങ്ങൾ മൊത്തം അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യും, ബേർഡനായി ഓഫീസ് ജോബോ കാര്യങ്ങളൊക്കെ തീർക്കുന്നെങ്കിൽ ആ ബേർഡൻ വന്നു. ഓക്കെ, പിറ്റേ ദിവസം നമ്മൾ സെയിം സിറ്റുവേഷൻ ആയിരിക്കും, ആ നോട്ടിഫിക്കേഷൻ നമ്മളെ വീണ്ടും അതിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡ്രഗ് അഡിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 64 മില്യൺ പേരാണ് ഈ ഇത്തരത്തിൽ ഡ്രഗ് അഡിഷൻ കൊണ്ട് വിഷമിക്കുന്ന കുറച്ച് ആൾക്കാർ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടും 160 മില്യൺ ആൾക്കാരാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ അഡിക്ഷൻ കൊണ്ട് അവർ വിഷമിക്കുന്ന ആൾക്കാരുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇതിനൊരു റീഹാബിലിറ്റേഷൻ സെൻറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ലൈക്ക് നമുക്ക് ആ ഒരു ഡ്രഗ് അഡിക്ഷനുള്ള മാതിരി ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ആ ഒരു അഡിക്ഷൻ എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാവരും പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ടാണ്, പക്ഷെ എല്ലാവരും ഇത്തരത്തിലുള്ളൊരു ബ്രെയിൻ റോട്ടനിങ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതിന് മെയിനായിട്ടുള്ള കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ ഫോൺ തന്നെയാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരുപാടധികം നോൺസെൻസ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. അതിലേക്കാണ് ഇപ്പോൾ AI കൂടി വന്നിട്ടുള്ളത്. അതായത് AI വെച്ചിട്ട് ഒരുപാടധികം ഇത്തരത്തിലുള്ള നോൺസെൻസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാടധികം ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അടുത്തിടെ കണ്ടുള്ള ഒരു പൂച്ചേനെ ആനിമേറ്റ് ചെയ്തിട്ട് ആ ഒരു പൂച്ചേനെ വെച്ചിട്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യിക്കുക, ആ പൂച്ചേനെ വെച്ചിട്ട് ലൈക്ക് കുറച്ച് ഹൊറിബിൾ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ കാണിക്കുക, അങ്ങനത്തെ കുറേ അധികം വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ആൾക്കാരെന്താ ഇത്തരത്തിലുള്ള ബ്രെയിൻ റോട്ടനിങ് എന്നുള്ള സിറ്റുവേഷനിലേക്കാണ് എത്തിക്കുന്നത്. ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു കോർട്ടെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്, നമ്മുടെ മെമ്മറി, അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ, ക്രിട്ടിക്കൽ തിങ്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മളിപ്പം ഒരു റീലോ അങ്ങനത്തെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഡോപാമിൻ സ്ട്രൈക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡോപാമിൻ സ്ട്രൈക്കിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഒരുപാടധികം കണ്ടന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് 1 മിനിറ്റ് കാണുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ആ ഒരു റീലിൻ്റെ ബാക്കിൽ കുറേ അധികം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റീൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 മിനിറ്റിൽ ആ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡോപാമിൻ സ്ട്രൈക്ക് നിങ്ങൾക്ക് വളരെ കൂടുതലായി. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേ അധികം പണി ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഫുഡ് വ്ളോഗാണ് കാണണമെങ്കിൽ ആ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ അധികം, ഇപ്പോൾ ഫുഡ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ഐറ്റം സാധനങ്ങൾ ഒരേ ടൈമിൽ തന്നെ, അതായത് നമ്മളൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ മാറി മാറി പല ഡിഷസ് കാണുകയാണ്. ചിക്കൻ വറുത്തത്, ചിക്കൻ പൊരിച്ചത്, ബീഫ്, മട്ടൺ, അങ്ങനെ പല ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ കാണുകയാണ്. ഓക്കെ, പക്ഷെ നമ്മളൊരു നോർമൽ ലൈഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടി ഒറ്റയടിക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ തിങ് ആയിരിക്കും നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പം നമ്മൾ ഈ ഒരു 1 മിനിറ്റുള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡോപാമിൻ സ്ട്രൈക്ക് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള എത്ര ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾ ഒരു ദിവസം കാണുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡോപാമിൻ സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആയിട്ട് ഇരുന്ന് പോകുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഡോപാമിൻ സ്ട്രൈക്ക് കിട്ടില്ല. നമുക്കിപ്പോൾ ലോങ് ടേം ഗോളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് കിട്ടി നിങ്ങളൊരു റാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചായിരിക്കും നിങ്ങൾ ആ ഡോപാമിൻ സ്ട്രൈക്ക് ആ ഒരു ടൈമിലായിരിക്കും പീക്ക് ലെവലിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തോളൂ. അല്ലാതെ ഈ ഒരു റീല് പോലെ നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്ന് കിട്ടണമെന്നുള്ള ഒരു ഇതവിടെ കാണുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സപ്പോസ് നിങ്ങൾക്ക് അതിയായപ്പം ഫുഡ് ക്രേവിങ് വന്നു, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2-3 വീഡിയോസ് ടാപ്പ് ചെയ്ത് നിങ്ങളൊരു ഫുഡ് വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് മൊത്തം ഏകദേശം ഫുഡ് റിലേറ്റഡ് ആയിരിക്കും.
ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ മൂഡ് ചേഞ്ചായി, നിങ്ങളൊരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സങ്കടപ്പെട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു മോട്ടിവേഷൻ്റെ ഒരു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൊത്തം ആ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം നമ്മളെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സ്, CEO കാര്യങ്ങളൊക്കെ ഇത്തരത്തിലാണ് ഈ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് വീണ് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് അവിടെ നഷ്ടപ്പെടും. പിന്നെ എന്തെങ്കിലും ലോങ് ടാസ്ക്, അതായത് നമ്മൾ ഷോർട്ട് ഫോം കണ്ടന്റ് കണ്ടിട്ടാണ് നമുക്ക് ഡോപ്പാമിൻ സ്ട്രെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോങ് ആയിട്ടുള്ള ടാസ്ക്, അതായത് ആ ലോങ് ആയിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡോപ്പാമിൻ സ്ട്രൈക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും, എന്തെങ്കിലും ലോങ് ടാസ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾ ചില സമയത്ത്, ഇപ്പം ഈ വീഡിയോ തന്നെ ഇത്ര നേരം കണ്ടോന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല, എല്ലാവരും കണ്ടോന്ന്. ഒരു 90% പേരും ഇത്ര നേരം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ ആ ഒരു അറ്റൻഷൻ കുറയുന്നതിൻ്റെ അളവാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പം 1.5x 2x ഇട്ട് കാണുന്നവരുണ്ടാവും വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് ആയാലും പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഓക്കെ, അതായത് നമ്മളെ ക്ലാസ് നമുക്ക് ഒരുപാടധികം ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസൊക്കെ ടീച്ചേഴ്സ് എടുക്കുന്നത് ഇവർ കാണുന്നത് 1.5 2x കാര്യങ്ങളിലൊക്കെ ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ അതും ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും, നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നിന്നുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും, ലോങ് ടേം ടാസ്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും. പിന്നെ പലപ്പോഴും ഈ ഒരു കാര്യം ഇല്ലാത്ത സമയത്ത്, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ വളരെയധികം ഡീമോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് വരുന്ന ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. അതായത് സപ്പോസ് നമ്മുടെ വൈഫൈൻ്റെ സ്പീഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വീഡിയോ നമ്മൾ 1x 2x ഇട്ട് കാണുക, അങ്ങനത്തെ ഒരു പ്രവണത വരുന്നുണ്ട്. പിന്നെ നമ്മൾ ലോങ് ടേം ടാസ്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഷോർട്ട് ടേം ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും, പക്ഷേ ലോങ് ടേം ടാസ്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിട്ട് പോകുന്നൊരവസ്ഥ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും റൂമിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുക, എന്തിനായിരിക്കും ഞാൻ ഈ റൂമിലേക്ക് വന്നത്? അതായത് നമുക്ക് സഡനായിട്ട് നമുക്ക് ആ ഒരു മെമ്മറി കിട്ടാത്തൊരവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. പിന്നെ പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചൈൽഡ്, അതായത് കുട്ടികൾ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കരയാറൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ പാരൻസ് എന്ത് ചെയ്യും, ഇവരെങ്ങനെ എടുത്തു കൊണ്ട് നടക്കും, അവരെ നാച്ചേഴ്സ്, അതായത് പുറത്തുള്ള പ്രകൃതി കാണിച്ചെടുക്കും, കാക്കയതേ പൂച്ചതയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാരൻസ് എന്താ ചെയ്യുക, അവരുടെ കയ്യിലെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. കുട്ടി അതിൽ ഹാപ്പിയാണ്. കുട്ടി പിന്നെ ആ ഒരു ഡോപ്പാമിൻ സ്ട്രൈക്കിൽ അവിടെ ഇരുന്നോളും. പാരൻസിൻ്റെ കാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ആ കുട്ടീനെ വലുതായി കഴിഞ്ഞാൽ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ചെറുപ്പകാലം തൊട്ട് തന്നെ ഇത്തരത്തിൽ ഡോപ്പാമിൻ സ്ട്രൈക്ക് ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടി ലേണിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ ഓരോ കാര്യം പതിയെയാണ് ആ കുട്ടി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് പകരം ഇത്തരത്തിൽ നമ്മൾ സ്മാർട്ട് ഫോൺ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ബ്രെയിൻ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ ഇത്തരത്തിൽ ആ ഒരു ഇംബാലൻസ്, ഡോപ്പാമിൻ സ്ട്രൈക്കിൻ്റെ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് ഫ്യൂച്ചറിൽ വളരെയധികം വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറും. പിന്നെ നമ്മളെ ബ്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ ബ്രെയിന് എന്തൊരു കാര്യം, നമ്മളെ സർവൈവിന് വേണ്ടിയിട്ടുള്ള എന്തൊരു കാര്യങ്ങളെയും അത് റിമെമ്പർ ചെയ്ത് വെക്കും. പക്ഷേ എന്തൊരു കാര്യമാണോ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നത്, അതായത് എന്തൊരു ഇൻഫോർമേഷനാണോ നമുക്ക് വളരെ അധികം എളുപ്പത്തിൽ കിട്ടുന്നത്, ആ ഒരു കാര്യം, ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിന് വല്ലാണ്ട് മൈൻഡ് ചെയ്യില്ല, ബ്രെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരില്ല, നമുക്ക് അത് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതായത് സപ്പോസ് ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഉണ്ട്, AI വന്നു. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം നമ്മളെ കൈവെള്ളയിലാണ്. സപ്പോസ് നിങ്ങളോട് ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ പലവരും അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ആ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൈവെള്ളയിൽ ആ ഒരു കാര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യം നമ്മൾ ബ്രെയിന് പലപ്പോഴും റിമെമ്പർ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പം തന്നെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ ചെറുപ്പത്തിൽ ബിൽഡ് ചെയ്തെടുക്കണം. അല്ലാതെ എപ്പോഴും നമ്മൾ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത് റിമെമ്പർ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് നമുക്കത് ഹെക്റ്റിക് ആയിട്ട് മാറും. പിന്നെ നമ്മളെ ബ്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ബ്രെയിന് എന്തൊരു കാര്യം നമ്മളെ സർവൈവിന് വേണ്ടിയിട്ടുള്ള എന്തൊരു കാര്യങ്ങളെയും അത് റിമെമ്പർ ചെയ്ത് വെക്കും. പക്ഷേ എന്തൊരു കാര്യമാണോ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നത്, അതായത് എന്തൊരു ഇൻഫോർമേഷനാണോ നമുക്ക് വളരെ അധികം എളുപ്പത്തിൽ കിട്ടുന്നത്, ആ ഒരു കാര്യം, ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിന് വല്ലാണ്ട് മൈൻഡ് ചെയ്യില്ല, ബ്രെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരില്ല, നമുക്ക് അത് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതായത് സപ്പോസ് ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഉണ്ട്, AI വന്നു. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം നമ്മളെ കൈവെള്ളയിലാണ്. സപ്പോസ് നിങ്ങളോട് ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ പലവരും അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ആ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൈവേളയിൽ ആ ഒരു കാര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യം നമ്മൾ ബ്രെയിന് പലപ്പോഴും റിമെമ്പർ ചെയ്യാറ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പം തന്നെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ ചെറുപ്പത്തിൽ ബിൽഡ് ചെയ്തെടുക്കണം. അല്ലാതെ എപ്പോഴും നമ്മൾ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത് റിമെമ്പർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് നമുക്കത് ഹെക്റ്റിക് ആയിട്ട് മാറും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മോസ്റ്റ്ലി നിങ്ങൾ ഇൻറ്റേർണൽ ബ്രെയിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലാതെ ഒരു എക്സ്റ്റേണൽ ബ്രെയിനിൻ്റെ സഹായം ഒരിക്കലും തേടാതിരിക്കുക. അത് മോസ്റ്റ് ലെവലിൽ മാത്രം അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുക. അതായത് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ബ്രെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് ഇനി നമുക്ക് നോക്കിയാൽ ഇതിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നു. ഓക്കെ, വളരെ മാർഗമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കാലഘട്ടമൊക്കെ വിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു ടൈം മെഷീൻ വെച്ചിട്ട് നമ്മൾ പഴയ സ്റ്റോണേജ് എറയിലേക്ക് പോയിട്ട് അവിടെ വീണ്ടും ജീവിച്ചു തുടങ്ങും. അതൊരിക്കലും പോസിബിൾ അല്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കറൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓഫാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, അതായത് എന്തൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോന്നും അപ്ലൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻസ് ഓഫാക്കി വയ്ക്കുക. പിന്നെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ക്യാച്ച് ആയിട്ടുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ വാൾപേപ്പറായിട്ടും മറ്റ് ചിലതായിട്ടും നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഫോൺ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലേക്ക് വരാനുള്ളൊരു ഇത് വരും. പിന്നെ നമ്മൾ ഹോം സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാക്സിമം നമ്മൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ എന്തിനെങ്കിലും ഉള്ളിലാക്കി വെക്കുക. അതായത് ഒരുപാടധികം നമ്മളെ ഫസ്റ്റ് തുറക്കുന്ന സമയത്ത് തന്നെ കാണാത്ത രീതിയിൽ നമ്മൾ കുറച്ച് അപ്പുറത്ത് പേജിലൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ടൈംസ് കാര്യങ്ങളൊക്കെ വയ്ക്കുക. പിന്നെ ഉറങ്ങുന്നതിൻ്റെ ഒരു 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വയ്ക്കുക. കാരണം ആ ഒരു ടൈം നമുക്ക് പീസ്ഫുള്ളി നമ്മളെ മെലാറ്റോണിൻ ലെവലിലൊക്കെ വേരിയേഷൻസ് വരും. നമുക്ക് നല്ല രീതിക്ക് ഉറക്കമോ കാര്യങ്ങളൊന്നും കിട്ടില്ല. പിറ്റേ ദിവസം നമ്മൾ വളരെയധികം ടയേർഡാവും. പിന്നെ നമ്മളെ മെമ്മറി കാര്യങ്ങളൊക്കെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു കാര്യമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുക. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇടയ്ക്കൊരു മാറ്റമോ കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, പക്ഷേ ആ ഒരു മാറ്റം വന്നാലും നിങ്ങൾ തിരിച്ച് ഇതിലേക്ക് തന്നെ വരിക, ആ ഒരു ട്രാക്കിലേക്ക് തന്നെ വരിക. നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നത് ആ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്നത് കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളെ ബോർഡം നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റീവ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വരുന്നത്. ആ ഒരു വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ തൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഐഡിയാസും ക്രിയേറ്റിവിറ്റി വർക്കും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ തന്നെ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നാളെ മുതൽ നിങ്ങൾ മുഴുവനായിട്ട് ചേഞ്ച് ആവുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം വരും. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്, മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റീവായിട്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കാര്യം ചെയ്താലാണ് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്, ആ ഒരു കാര്യം മാത്രം ചെയ്യാൻ മെയിനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള നമ്മൾ അറ്റൻഷൻ ഗ്രാബിങ് തിങ്, നമ്മൾ ഡോപ്പാമിൻ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിൻലി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിലൂടെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.